ഇന്നലെ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മാത്യുവിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഏറെ സന്തോഷത്തോടെയാണ് ഈ മാത്യുവും കുടുംബവും ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. ഇന്നലെ രാവിലെയാണ് അവർ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ഇന്നലെ പുലർച്ചെയോടെയാണ് ഇവരെ ഫ്ലാറ്റിൽ ഇവർ ഉറങ്ങുകയായിരുന്ന സമയത്ത് ഫ്ലാറ്റിൽ തീ പിടിക്കുന്നത്. ഈ ഏറ്റവും സങ്കടകരം, ഈ സമയത്ത് ഈ മാത്യുവും കുടുംബവും വീട്ടിലെത്തിയ വിവരം മറ്റ് അടുത്തുള്ളവർക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഉറങ്ങിക്കിടന്ന മുറിയടക്കം പരിശോധിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മോടൊപ്പം ഈ മാത്യുവിന്റെ ഒരു കുടുംബം ചേരുന്നുണ്ട്. എത്ര വർഷമായി മാത്യു ഈ വിദേശത്ത് പോയിട്ട്? 15 വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് കുടുംബമായിട്ട്. അവര് ഈ കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നിട്ട് വ്യാഴാഴ്ച രാത്രിയിലാണ് ഇവിടുന്ന് മടങ്ങിയത്. ഏകദേശം 1 മണിയോടുകൂടി നെടുമ്പാശ്ശേരി എന്നുള്ള ഫ്ലൈറ്റിനാണ് പോയത്. രാവിലെ അവിടെ ചെന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഈ വാർത്തയാണ്. 4 വർഷമായിട്ട് അവൻ റൂയിട്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്യു വർക്ക് ചെയ്യുന്നത് റൂയിട്ടേഴ്സിലാണ്. വൈഫ് വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലെ ഹെൽത്ത് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും അവിടെ പഠിക്കുന്നു. മൂത്തത് ഒരു മകളും ഏകദേശം 13 വയസ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തേത് ഒരു മകനുണ്ട്, ഏകദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്. ഇവിടെ വീട്ടിൽ മാതാവ് മാത്രമേ ഉള്ളൂ. പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. എങ്ങനെയാണ് ഈ തീ പടർന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള യാതൊരു വിവരം അതേക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഞങ്ങളത് അവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മാത്യൂസിന്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. ആ സിസ്റ്ററിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുള്ളത്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്യൂസിന്റെ സിസ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വിശ്വസനീയമായ എന്തെങ്കിലും അറിവ് ലഭിക്കുകയാണെങ്കിൽ അത് മാത്രമേ നമുക്ക് ഇൻഫർമേഷനായിട്ട് കിട്ടാൻ ഇനിയുള്ളൂ. അതല്ലാതെ കറക്റ്റായിട്ടുള്ളതൊന്നും യാതൊന്നും അറിയത്തില്ലെങ്കിലും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എയർ കണ്ടീഷൻ ഉണ്ടായ എന്തോ ഒരു മാൽ ഫംഗ്ഷനിങ് ആണ് അതിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ AC-യിൽ നിന്നുണ്ടായിട്ടുള്ള പുകയാണ് ഇവർ മരണത്തിനിടയാക്കിയത് എന്നൊരു വിവരമാണ് ബന്ധുക്കൾക്കടക്കം ലഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ മാത്യുവിനെയും അവരെ ഇവിടെ എത്തിക്കുമെന്നാണ് ഈ കുടുംബത്തിന് ചോദിച്ച സമയത്ത് അവർ പറയുന്നത്.